പുതിയ അധ്യക്ഷൻ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ KPCC ഭാരവാഹി യോഗം ഇന്ന് ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പും ശശി തരൂരിന്റെ സമീപകാല പരാമർശങ്ങളും ചർച്ചയാകും. വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ആദ്യ പുനഃസംഘടനയ്ക്ക് ശേഷം ആദ്യ KPCC യോഗമാണ് ഇന്ന് ചേരുന്നത്. തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചയുണ്ടാകുമെന്നാണ് കരുതുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? നിർണായകമായ ഘട്ടങ്ങളാണ് ഇനിയിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വരാനിരിക്കുന്നത്. ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരും, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരും. ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വലിയ വിജയം സ്വന്തമാക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ കഴിഞ്ഞ 2 തവണയായിട്ടുണ്ടാകുന്ന വലിയ പരാജയം മറികടന്ന് ഇത്തവണ ഭരണം പിടിക്കേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പുകൾക്ക് എങ്ങനെയൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്താം, എത്തരത്തിൽ മുന്നൊരുക്കങ്ങൾ സജ്ജീകരിക്കാം എന്നുള്ള വിഷയമായിരിക്കും പ്രധാന അജണ്ടയാവുക. KPCC അധ്യക്ഷനായിട്ട് സണ്ണി ജോസഫ് ചുമതലയേറ്റതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ ഭാരവാഹി യോഗമാണ് ഇന്നിപ്പോൾ ഇന്ദിരാഭവനിൽ 10 മണിയോടുകൂടി ചേരുന്നത്. ഈ യോഗത്തിൽ പ്രധാന നേതാക്കളും മുതിർന്ന നേതാക്കളും അതുപോലെ തന്നെ DCC അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങൾ കൂടാതെ തന്നെ DCC പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ DCC പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോഴും കൂടിയാലോചനകൾ വേണ്ടതാണ് എന്നുള്ളതാണ്. കാരണം തെരഞ്ഞെടുപ്പുകൾക്കായിട്ടുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് കൂടി ആയിരിക്കണം ഈ പുനഃസംഘടനയൊക്കെ സജ്ജീകരിക്കേണ്ടത്. ജില്ലാ നേതൃത്വങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷ്മ പരിശോധന ആവശ്യമാണ് എന്നുള്ള നിലപാട് പാർട്ടിക്കകത്ത് തന്നെയുണ്ട്. ജില്ലാ നേതൃത്വങ്ങളിൽ തന്നെ ജനങ്ങൾക്ക് സ്വീകാര്യനായ വ്യക്തിയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ നടത്തി കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷമായിരിക്കും DCC പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങൾ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക. നിലവിൽ 10 DCCകളുടെ പുനഃസംഘടനയായിരിക്കും ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതിന്റെ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ഇന്നിപ്പോൾ KPCC ഭാരവാഹി യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കൂടാതെ തന്നെ മറ്റ് പാർട്ടിക്കകത്ത് നടക്കുന്ന ചില വിഷയങ്ങൾ, ആഭ്യന്തര കാര്യങ്ങൾ ചർച്ചയാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ശശി തരൂരിന്റെ ചില പരാമർശങ്ങൾ യോഗത്തിൽ ഒരുപക്ഷെ ചർച്ചയായേക്കാം. തുടർച്ചയായിട്ട് ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഈ സർക്കാരുകൾക്ക് അനുകൂലമോ ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകുന്നു. പാർട്ടിക്കകത്ത് ഉള്ള നിയമങ്ങൾ ലംഘിക്കപ്പെടുന്ന തരത്തിലുള്ള നിലപാടുകൾ തരൂർ സ്വീകരിക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ ഉയരാൻ തുടങ്ങിയിട്ട് കുറച്ചധികം കാലങ്ങളായി. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഒരുപക്ഷെ വന്നേക്കാം. പക്ഷേ ഏറ്റവും പ്രാധാന്യം നൽകുക തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കും അതുപോലെ തന്നെ DCC പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുമായിരിക്കുമെന്നതാണ്. KPCCയിൽ തന്നെ ഇനിയും ഒഴിവുകളിലേക്ക് ആളുകളെ എടുക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ KPCC അധ്യക്ഷൻ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ട് 3 പേർ വന്നിട്ടുണ്ട്. ഇതല്ലാതെ കൂടുതൽ ഒഴിവുകളിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ ആളുകളെയൊക്കെ തെരഞ്ഞെടുക്കുന്നതിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ വിജയം ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ ഒരു കൂട്ടായ പ്രവർത്തനം കാഴ്ചവെക്കാനും വിജയം കൈവരിക്കാനും സാധിക്കുന്ന തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ ജില്ലാ നേതൃത്വത്തിലായാലും KPCCയിലായാലും കൊണ്ടുവരാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അത്തരത്തിൽ കൊണ്ടുവരുമ്പോൾ കൂടുതൽ ചർച്ചകളും ആലോചനകളും ഒക്കെ നടത്തിയ ശേഷം മാത്രമേ അങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പുകളാണ് നടക്കാൻ പോകുന്നത്. അതിന് മുൻപ് തന്നെ DCC പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഈ ഭാരവാഹികളുടെയും അല്ലെങ്കിൽ അണികളുടെയും നേതാക്കളുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ എത്തരത്തിലാണ് എന്നുള്ളത് വിലയിരുത്തപ്പെടും. അത്തരത്തിൽ മോശം ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നവരെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായിട്ട് നീക്കം ചെയ്യാൻ ഉള്ള തീരുമാനവും ഇതിനോടകം തന്നെ പാർട്ടി കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പുതിയ അധ്യക്ഷനായിട്ട് സണ്ണി ജോസഫ് ചുമതല ഏൽക്കുന്നത് തന്നെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ്. പ്രധാനമായിട്ടും LDF സർക്കാരിനെ താഴെ ഇറക്കുക, ഭരണം തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ചുമതല ഏറ്റിട്ടുള്ളത്. അത്രയ്ക്ക് ആത്മവിശ്വാസത്തോടു കൂടി പുതിയ
അധ്യക്ഷൻ ചുമതലയേറ്റ് കഴിയുമ്പോൾ എന്തൊക്കെ പുതിയ നിർദ്ദേശങ്ങളാണ് സണ്ണി ജോസഫ് മുന്നോട്ട് വെക്കുക എന്നുള്ളത് ഏറെ നിർണായകമാണ്. കാരണം ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ പോലെയുള്ള ഒരാളെ മാറ്റിക്കൊണ്ടാണ് സണ്ണി ജോസഫ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശങ്ങൾ, നിലപാടുകൾ കൈക്കൊള്ളുമ്പോൾ അത് സുധാകരൻ എടുത്തതിനേക്കാൾ ഒരുപടി മുന്നിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. സണ്ണി ജോസഫിനെ എതിർക്കുന്ന പലരും പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് ഈ അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫ് ഇനി എടുക്കുന്ന നിലപാടുകൾ അത് പാർട്ടിക്കകത്ത് തന്നെ ചർച്ച ചെയ്യപ്പെടും, വിലയിരുത്തപ്പെടും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായി ചുമതലയേറ്റെടുത്തതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ഭാരവാഹി യോഗം ഇന്നിപ്പോൾ ഇന്ദിരാഭവനിൽ 10 മണിയോടുകൂടി നടക്കും. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങളും അതുപോലെ തന്നെ ഈ DCC പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പ്രധാന അജണ്ടയാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, സണ്ണി ജോസഫ് അധ്യക്ഷനായതിനു ശേഷം ഉള്ള ആദ്യ KPCC ഭാരവാഹി യോഗമാണ് ഇന്ന് ചേരുക. സൂര്യയാണ് വിവരങ്ങൾ നൽകിയത്.